168 ഇന്ത്യക്കാർ ഉൾപ്പെടെ 241 പേരുടെ ജീവനാണ് അഹമ്മദാബാദിലെ വിമാന ദുരന്തത്തിൽ പൊലിഞ്ഞത്. മരിച്ചവരിൽ മലയാളിയായ പത്തനംതിട്ട സ്വദേശിനി രഞ്ജിത ഗോപകുമാരൻ നായരും ഉൾപ്പെടുന്നു. ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണിയും മരിച്ചവരിൽ ഉൾപ്പെടുന്നു. എമർജൻസി എക്സിറ്റ് വഴി രക്ഷപ്പെട്ട രമേശ് ബിശ്വാസ് കുമാർ എന്ന ആൾ മാത്രമാണ് അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. റിപ്പോർട്ടിലേക്ക്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:38 അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ നിന്നും പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനമാണ് 30 സെക്കൻഡിനുള്ളിൽ തീഗോളമായി മാറിയത്. 230 യാത്രക്കാരും 12 ജീവനക്കാരുമായി പറന്ന എയർ ഇന്ത്യയുടെ ബോയിംഗ് 787-8 ഡ്രീം ലൈനർ വിഭാഗത്തിൽപ്പെട്ട വിമാനം ടേക്ക് ഓഫ് ചെയ്ത് നിമിഷങ്ങൾക്കുള്ളിൽ തകർന്നു വീണു. 625 അടി ഉയരത്തിൽ പറന്നുയർന്ന ശേഷം വിമാനവുമായുള്ള ആശയവിനിമയം നഷ്ടമായി. എമർജൻസി ലാൻഡിങ്ങിന് വേണ്ടിയുള്ള മെയ്ഡേ സന്ദേശം ലഭിച്ചെങ്കിലും എയർ ട്രാഫിക് കൺട്രോളിൽ നിന്നും പ്രതികരണം ലഭിക്കും മുമ്പ് വിമാനം കത്തിയമർന്നു. വിമാനത്താവളത്തിനടുത്ത് മേഘാലി നഗറിൽ ഹോസ്റ്റൽ കെട്ടിടങ്ങളിലേക്ക് വിമാനം ഇടിച്ചിറങ്ങിയായിരുന്നു. ദൃശ്യങ്ങളിൽ വിമാനത്തിന്റെ പിൻഭാഗം കെട്ടിടത്തിൽ ഇടിക്കുന്നതും പിന്നീട് അഗ്നിഗോളമായി മാറുന്നതും കാണാം. BJ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിലേക്കും മെസ്സിലേക്കുമാണ് ഇടിച്ചിറങ്ങിയത്. യന്ത്ര തകരാറാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക വിവരം. ലണ്ടനിലേക്കുള്ള ദീർഘദൂര സർവീസ് ആയതിനാൽ ഇന്ധനം പൂർണ്ണമായും നിറച്ചിരുന്നതും സ്ഫോടനത്തിന്റെ തീവ്രതയും ദുരന്തത്തിന്റെ വ്യാപ്തിയും വർദ്ധിപ്പിച്ചു. ഫയർഫോഴ്സും അർദ്ധസൈനിക വിഭാഗവും പോലീസും മണിക്കൂറുകൾ നീണ്ട ശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. 8200 മണിക്കൂർ പറക്കൽ പരിചയമുള്ള ക്യാപ്റ്റൻ സുമിത് സബർവാൾ, 1100 മണിക്കൂർ പറക്കൽ പരിചയമുള്ള ഫസ്റ്റ് ഓഫീസർ ക്ലൈവ് ഖുന്ദറുമായിരുന്നു സഹ പൈലറ്റ്. അപകടത്തിൽ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചു. രാജ്യത്ത് നടക്കിയ രണ്ടാമത്തെ ആകാശ ദുരന്തത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. കൈരളി ന്യൂസ്, ദില്ലി.